സ്റ്റോപ്പ് ഡൂയിങ് ദിസ്. ആക്ച്വലി ഈ ഒരു സീസൺ തുടങ്ങിയിട്ട് 5 മത്സരം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ എല്ലാ ലിവർപൂൾ ഫാൻസിനും ഏകദേശം ഒരു 5 ഹാർട്ട് അറ്റാക്ക് വരേണ്ട ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യത്തെ മത്സരം, ലിവർപൂളിൻ്റെ ആദ്യത്തെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ആൻഫീൽഡിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 3-2 സ്കോർ. ഇപ്പോൾ കളി കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സീസണിൽ ലിവർപൂൾ ഫോളോ ചെയ്ത അല്ലെങ്കിൽ പിന്തുടർന്ന് വരുന്ന ഒരു ബയർ ലെവർ ക്യൂസിൻ്റെ അവർ ബുണ്ടസ് ലീഗ വിജയിച്ച ആ ഒരു സീസണിൽ നമ്മൾ കണ്ട പോലെ ഏകദേശം എല്ലാ മത്സരത്തിലും 80 മിനിറ്റിന് ശേഷം വിന്നിങ് ഗോൾ അടിക്കുക. ഇപ്പോൾ ഏകദേശം എനിക്കൊന്ന് 4 മത്സരത്തിലാണ് 90 മിനിറ്റിന് ശേഷം വിന്നിങ് ഗോൾ അടിക്കുന്നത്. നമ്മൾ ഈ മത്സരത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ എനിക്ക് പ്രത്യേകം എടുത്ത് പറയണം. 2 പ്ലെയേഴ്സിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയണം, കളി ഒന്ന് ടോട്ടലായിട്ട് വിലയിരുത്തുന്നതിന് മുന്നേ. ഒന്നാമത്തേത് മുഹമ്മദ് സാല. നമ്മൾ ഏകദേശം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ആദ്യത്തെ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ 4 മത്സരത്തിന് ശേഷം സാല പണ്ടത്തെ ഒരു ഫോമിൻ്റെ നിഴൽ മാത്രമായിരുന്നു എന്നാണ് ഏകദേശം എല്ലാവരും പറഞ്ഞത്. യെസ്, നമ്മളങ്ങനെ സാലയുടെ പണ്ടത്തെ ഒരു എസ്പെഷ്യലി കഴിഞ്ഞ സീസണിലുണ്ടായ ഗോൾസും ഗോൾ ഇൻവോൾവ്മെൻറ്റും ഒന്നും ഉണ്ടായില്ല, അസിസ്റ്റും വളരെ കുറവായിരുന്നു. അതുകൂടാതെ പുള്ളിക്കാരൻ്റെ പെർഫോമൻസിൽ നമ്മൾ കണ്ട മനസ്സിലാവും പണ്ടത്തെ പോലെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല, ഒരു എക്സ്പ്ലോസീവ്നെസ് ഇല്ല. അങ്ങനെ ഒരുപാട് സ്ട്രഗിളിങ് ഫേസിലൂടെ കടന്നു പോകുന്നു എന്നുള്ളൊരു ഇതാണ് ഏകദേശം എല്ലാ ഫാൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളെ വിൻറ്റേജ് സാല എങ്ങനെയാണോ പ്ലേ ചെയ്തിരുന്നത് ലിവർപൂളിന് വേണ്ടി ആ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ ഒരു 10 മിനിറ്റ് മാത്രമല്ല, ഏകദേശം ഈ മത്സരത്തിൽ ഉടനീളം സാലയുടെ എന്താണ് ഒരു പെർഫോമൻസ് നമ്മൾ ലിവർപൂൾ ഫാൻസിന് വേണ്ടത് അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഗ്രാവൻബർഗ് ചങ്ങായി, എൻ്റെ അഭിപ്രായത്തിൽ പ്രീമിയർ ലീഗിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് അല്ലെങ്കിൽ ബെസ്റ്റ് ഡിഫൻസീവ് എന്ന് മിഡ്ഫീൽഡർ എന്ന് നമുക്ക് പറയാം. പുള്ളിക്കാരൻ ഓക്കെ, കൈസേഡോ ഉണ്ട്, റൈസ് ഉണ്ട്, സുബിമെൻഡി ഉണ്ട്, റോഡ്രി ഉണ്ട്, അങ്ങനെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവരും ഞാൻ കുറച്ച് കാണുന്നില്ല, അവരെക്കാളും വളരെ ഉയരത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും പുള്ളിക്കാരൻ്റെ ഒരു ബോൾ ക്യാരിയിങ് കപ്പാസിറ്റി, ഓ മൈ ഗോഡ്, ദാറ്റ് അൺബിലീവബിൾ എന്ന് നമുക്ക് പറയാം. ഒരു രക്ഷയില്ലാത്ത മത്സരമായിരുന്നു. കഴിഞ്ഞ ബേൺലിയോടും പുള്ളിക്കാരനായിരുന്നു മാൻ ഓഫ് ദി മാച്ച്, ഈ ഒരു മത്സരത്തിനും പുള്ളിക്കാരനാണ് മാൻ ഓഫ് ദി മാച്ച്. ഒരു രക്ഷയില്ല. ആദ്യത്തെ 2 ഗോളിനും പുള്ളിക്കാരൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. പ്രത്യേകിച്ച് ആ ഹാഫ് ടേണൊക്കെ ഇപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും ദ ബെസ്റ്റ് എന്ന് നമുക്ക് വേണ്ടി പറയാം. ഹാഫ് ടേൺ ചെയ്തിട്ട് മുന്നേറുന്ന ഒരു പ്ലെയറാണ് ഗ്രാവൻബർഗ്. നമ്മൾ കുറേ ആ ഒരു പ്രീ സീസണിൻ്റെ സമയത്ത് ഒരു ഇതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാവൻബർഗ് ടീമിലേക്ക് ആ ഒരു കുറച്ച് മത്സരത്തിൽ ഗ്രാവൻബർഗ് നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലിവർപൂൾ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാവൻബർഗ് ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ ആ ഒരു മിഡ്ഫീൽഡിൽ ആ ഒരു ചെറിയൊരു പ്രശ്നം തീരുമെന്ന്. അപ്പോൾ ഈ 2 പ്ലെയേഴ്സിനെ കുറിച്ച് എനിക്ക് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയണമെന്നുണ്ടായിരുന്നു. മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു സീസണിലെ 5 മത്സരം, 4 പ്രീമിയർ ലീഗ് മത്സരം, ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം, ഈ 5 മത്സരം നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയാം ഈ ഒരു മത്സരത്തിൽ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് പ്രത്യേകിച്ച് അറ്റാക്കിംഗ് വൈസ് ഒരു രക്ഷയിലായിരുന്നു. ആ ഒരു ഫ്ലോ കിടിലായിരുന്നു. പ്ലെയേഴ്സ് തമ്മിലെ ലിങ്കപ്പ് പ്ലേ കിടിലായിരുന്നു. ആദ്യത്തെ ഗോള് ആ ഫ്രീ കിക്കിൽ എനിക്ക് തോന്നുന്നത് റോബർട്ട്സൻ്റെ കാക്ക് തട്ടി അവരെ അത്ലറ്റിക്കോയുടെ പ്ലെയറിൻ്റെ കാലിന് തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് കയറിയതാണ്. ഞാൻ വിചാരിച്ചത് അത് ഓൺ ഗോളായിരിക്കും മിക്കവാറും. റോബർട്ട്സന് ആ ഗോള് കൊടുത്തു. രണ്ടാമത്തെ ഗോള് പ്യുവർ സാല മൊമെൻറ്റ് എന്ന് നമുക്ക് പറയാം. ആ 2ലും ഗ്രാവൻബർഗിൻ്റെ ടച്ച് ഉണ്ട്. ആദ്യത്തേത് നമ്മളെ ഫൗള് ഡ്രോ ചെയ്തത് ഗ്രാവൻബർഗാണ്, രണ്ടാമത്തേത് സാലക്ക് അസിസ്റ്റ് കൊടുത്തത് ഗ്രാവൻബർഗാണ്. ആദ്യത്തെ ആ ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും വിചാരിച്ചിട്ടുണ്ട് ഇത് ഒരു 4 ഗോളെങ്കിലും ലിവർപൂൾ അടിച്ച് കയറ്റുമെന്ന് വെച്ചിട്ടുണ്ട്. നല്ല. അതുകൂടാതെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഏകദേശം 5 6 ഫസ്റ്റ് ടീം പ്ലെയേഴ്സാണ് ഈ ഒരു ടീമിൻ്റെ ഒപ്പം ഇല്ലാതിരുന്ന പരിക്കും ഇതൊക്കെ കാരണം. അപ്പം ഒരു ലോങ് നൈറ്റ് ആയിരിക്കും അത്ലറ്റിക്കോ മാഡ്രിഡിന് ആൻഫീൽഡിൽ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പതുക്കെ സിമിയോണിൻ്റെ ടീം ഒരു മത്സരത്തിലേക്ക് കടന്നു വന്നു, ആ ഒരു പ്രഷർ അബ്സോർവ് ചെയ്തു. ആദ്യത്തെ ഹാഫിൽ അങ്ങനെ പിന്നെ ഇല്ലാതെ എന്താ പറയുക, ഒരു 50-50 ഏകദേശം ബോൾ പൊസിഷനൊക്കെ സെയിം, 53-47 അങ്ങനെ എന്തോ ആണ്. ബോൾ പൊസിഷനൊക്കെ സെയിം ആയിരുന്നു. അവർ പതുക്കെ വന്നു. ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ലോറൻ്റെ ഗോൾ അടിച്ചു. ആ ചങ്ങാനെ കുറിച്ച് ഞാൻ ആ മത്സരത്തിന് ശേഷമില്ല മറ്റേ ESPN FC ഒരു വീഡിയോ കണ്ടത്. അതിൽ
ലോറൻ്റെ 7 ഗോളുകളാണ് ചാമ്പ്യൻസ് ലീഗിൽ അടിച്ചു കൂട്ടിയ പുള്ളിക്കാരൻ്റെ കരിയറിൽ മൊത്തം. അതിൽ 4 എണ്ണം ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ലിവർപൂളിൽ പ്രത്യേകിച്ച് ആൻഫീൽഡിൽ നമ്മളെ ചാമ്പ്യൻസ് ലീഗ് നൈറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയിലാണ്. നല്ല അറ്റ്മോസ്ഫിയർ ആയാലും മത്സരമായാലും എല്ലായാലും നല്ല പ്രത്യേകതയില്ല മത്സരം. ലിവർപൂളിൽ വന്ന് ലിവർപൂളിനെതിരെ ഇങ്ങനെ ഗോളടിച്ച് കൂട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏത് ടീമായാലും. അപ്പോൾ അങ്ങനെയൊക്കെ കരിയറിൽ 7 ഗോൾ മാത്രം ചാമ്പ്യൻസ് ലീഗിൽ നേടുക, അതിൽ 4 ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ നേടുക എന്ന് പറയുന്നത് എന്താ ഭാഗ്യമാണോ അല്ല, ആ ഒരു പ്രത്യേക ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ പുള്ളിക്കാരന് കിട്ടുന്ന ഒരു എനർജിയോ എന്തോ ഒരു ദൈവഭാഗ്യമോ അല്ലെങ്കിൽ ഒരു ബാധ കയറുമോ എന്നൊക്കെ അമ്മ പറയുന്നില്ല. അങ്ങനത്തെ എന്താണെന്ന് അറിയില്ല. ഈ കളിയിൽ 2 ഗോളുകൾ അവരെ അത്ലറ്റിക്കോ മാഡ്രിഡ് 2 ഗോൾ അടിച്ചത് ലോറൻ്റെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നാൽ എനിക്ക് ഇസാക്കിനെ കുറിച്ച് പറയാനുണ്ട്. ഇസാക്ക് ആദ്യത്തെ കുറച്ച് സ്ട്രഗിളൊന്നും ചെയ്തില്ല, സ്ട്രഗിൾ ചെയ്തതാണ്. ഫസ്റ്റത്തെ മത്സരമാണ്, ടീമിനൊപ്പം ചേർന്നില്ല, ഫസ്റ്റത്തെ മത്സരമാണ്. കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ ഷോട്ട് എടുക്കാൻ പറ്റിയ ഒരു മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 ഷോട്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ടേൺ ചെയ്തിട്ട് ഫസ്റ്റ് ടൈമിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ക്വിക്കായിട്ട്. നമ്മൾ ന്യൂകാസിലിൻ്റെ കളിയൊക്കെ കണ്ടിലേക്ക് മനസ്സിലാവും, ഇസാക്കിൻ്റെ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ക്വിക്ക് തിങ്കിങ് ആണ് പുള്ളിക്കാരൻ്റെ. അതുകൂടാതെ ക്വിക്ക് ഫീറ്റും ആണ്. അപ്പോൾ നമുക്കിനി വരാൻ പോകുന്ന മത്സരത്തിലൊക്കെ കുറച്ചും കൂടി പുള്ളിക്കാരൻ ഒന്നുകൂടി പണ്ടത്തെ ഒരു ഫോം എന്ന് ഞാൻ പറയുന്നില്ല, ടീമുമായിട്ട് കുറച്ചും കൂടി ഒത്തിണങ്ങി കഴിഞ്ഞാൽ ഗോൾസൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം വെയിറ്റ് ആൻഡ് സീ. ഇത് ആദ്യത്തെ മത്സരം ആയതുകൊണ്ടാണ്. നല്ല കുറേ മൊമെൻറ്റ്സൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലൊക്കെ. ഇപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ കയറിയ ശേഷം ലിവർപൂളിന് ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇസാക്ക്, വേർഡ്സ്, ഫ്രിംഗ്പോങ് അവർ 3 പേരും കമ്പൈൻ ചെയ്യിച്ച ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രിംഗ്പോങ്ങിൻ്റെ ഒരു ഷോട്ട് ഇങ്ങനെ പ്ലാച്ചിപ്പോയി എന്ന് പറയും നമ്മുടെ നാട്ടിൽ, അതായത് ശരിക്കും കറക്റ്റ് കിട്ടിയില്ല, മുകളിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോയതുണ്ടായിരുന്നു. അത് ഗോളായിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോളായിരിക്കുമായിരുന്നു ഈ ഒരു സീസണിൽ. നല്ല ലിങ്ക് പ്ലേ ആയിരുന്നു 3 പേരും, നല്ല അടിപൊളി പാസിംഗ് ആയിരുന്നു, പക്ഷേ ഗോളായില്ല. അതുകൂടാതെ സാലക്ക് ഒരു അടിച്ച് കയറ്റുണ്ടായത്, സാലയുടെ ഒരു എബിലിറ്റി വെച്ച് അതൊരു ടാപ്പിനാണ്, പക്ഷേ അത് സാല അടിച്ച് പോസ്റ്റിലേക്ക് അടിച്ച് കയറി. ആ ഒരു സമയത്ത് ഒരു 2 ഗോളും കൂടി ലിവർപൂൾ അടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് കളി ഏകദേശം ഓക്കെ കയ്യിൽ പിടിച്ചു, ഇനി നഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന്. പക്ഷേ 2-1 അവസാനം 80ാമത്തെ മിനിറ്റിൽ റൊറേൻ്റെ ഡിഫ്ലക്ഷനാണ് അടിച്ച് കയറ്റി. പിന്നെ അത് എല്ലാ ലിവർപൂൾ ഫാൻസിൻ്റെയും മനസ്സിലേക്ക് അഗെയിൻ ഇനി 80 മിനിറ്റ് കഴിഞ്ഞു, സമനില, ഒരിക്കൽ കൂടി അവസാന 90 മിനിറ്റിൽ അവസാന മിനിറ്റുകൾ ഗോളടിച്ച് ജയിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അവസാനത്തെ കുറച്ച് സമയം അതുവരെ ഒരു മത്സരം ഒരു 80 അവർ 2ാമത്തെ ഗോൾ അടിക്കുന്നത് വരെ, അത്ലറ്റിക്കോ 2ാമത്തെ ഗോൾ അടിക്കുന്നത് വരെ മത്സരം ഏകദേശം ഒരു 50-50 പോലെ ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പ്ലെയേഴ്സും മോശമല്ലാതെ കളിച്ചിട്ടുണ്ടായിരുന്നു 2 ടീമിനും. അതായത് അത്ലറ്റിക്കോനെ മോശം പറയാനൊന്നുമില്ല, ലിവർപൂളിൽ വളരെ മോശം പറയാനൊന്നും എനിക്ക് തോന്നുന്നില്ല, ഒന്നുമില്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. 2 ടീം ഏകദേശം ഈക്വലായിട്ട് കളിച്ച് 2ാമത്തെ ഗോൾ അടിച്ചതിന് ശേഷം ലിവർപൂൾ കുറച്ചും കൂടി ജയിക്കാനുള്ള ഒരു ത്വരത കാണിച്ചു. അതുവരെ ലിവർപൂൾ ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു പോയിരുന്നത്. അവസാനത്തെ നിമിഷങ്ങളിൽ ആ ഒരു 85, 88, 90, 91 ആ മിനിറ്റുകളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലിവർപൂളിന് കോർണർ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അത്ലറ്റിക്കൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ കോർണേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഒരു ബാക്ക് പൊസിഷനിൽ അത്ലറ്റിക്കൊക്കെ പ്രത്യേകിച്ച് ആ സിമിയോണിയുടെ മകൻ ജിയോ ലോണി, എനിക്ക് ആ ഫസ്റ്റത്തെ പേര് എനിക്ക് മറന്നുപോയി. ആ പുള്ളിക്കാരൻ ഒരുപാട് ക്രോസ് ഒക്കെ കൊടുക്കുന്നുണ്ടായി, പുള്ളിക്കാരൻ ഒരുപാട് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത്ലറ്റിക്കോ റൈറ്റ് സൈഡിലൊക്കെ. അപ്പം അങ്ങനെ ഒരുപാട് കോർണേഴ്സ് അത്ലറ്റിക്കോ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അവസാന നിമിഷം വന്ന സമയത്ത് ലിവർപൂളിന് കണ്ടിന്യൂസ് ആയിട്ട് കോർണർ കിട്ടിയത് ആ ഒരു ബിലീഫ് ഉണ്ടായിരുന്നു. ലിവർപൂൾ കൊണാട്ടെ ഒരു ഹെഡ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു പ്ലെയർ ഹെഡ് ചെയ്ത് കയറ്റുന്നുള്ളൊരു പ്രതീക്ഷ വന്നിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ഷേക്കി ആയിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് ആ ഒരു കോർണർ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ 92ാമത്തെ മിനിറ്റിൽ നമ്മളെ ക്യാപ്റ്റൻ വെർജിൽ വാൻ ഡൈക്ക് ഗോളടിച്ചു. സ്വാഭാവികമായിട്ടും ഈ ഒരു സീസണിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, ലിവർപൂൾ 80 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ 90 മിനിറ്റിന് ശേഷം ഗോളടിച്ച് വിജയിക്കുന്ന കാര്യം. അതിന് ആ ഒരു ഗോളിന് ശേഷം സിമിയോണി ആസ് യൂഷ്വൽ ദ ഡ്രാമാറ്റിക് മാനേജറാണ്. നമ്മളെ കാണികളോട് എന്താണ് ഇങ്ങനെ ഈ ചിഹ്നമൊക്കെ കാണിച്ചിട്ട് എന്തെല്ലോ റെഫറിയോട് പറയുന്നുണ്ടായിരുന്നു, കാണികളോട് തല്ലാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഫുൾ ചങ്ങായിക്ക് റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കി. ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്
ബേസിക്കലി നമ്മൾ ഈ ഒരു 2 ഗോളിൻ്റെയൊക്കെ ലീഡ് നേടിയതിന് ശേഷം 2 ഗോള് വഴങ്ങിയിട്ട് ആ ലീഡ് നഷ്ടപ്പെടുത്തി അവസാന നിമിഷം ഗോളടിച്ച് ജയിക്കുന്ന ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു പ്ലേ നമുക്കൊരു 38 മത്സരമില്ല പ്രീമിയർ ലീഗിലും, പിന്നെ 8 മത്സരമില്ല ലീഗ് ഫേസ്, ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫേസ്, പിന്നെ നോക്കൗട്ട് സ്റ്റേജിലൊന്നും നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു തിങ്കിങ് ആണെങ്കിൽ അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ എത്രത്തോളം ലീഡ് നേടിയിട്ടുണ്ടെങ്കിൽ പരമാവധി ഗോള് വഴങ്ങാതിരിക്കുക. കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവർ പറയുന്നത് ഒന്ന് ഇത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാണുന്നുണ്ട്. ഒന്ന് പറയാം അതൊരു മെൻറ്റാലിറ്റിയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിന്നിങ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ചാമ്പ്യൻസ് മെൻറ്റാലിറ്റിയാണ്. അതൊരു പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും രണ്ടാമത്തെ ഒരു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ലീഡ് നമ്മൾ കളഞ്ഞു കുടിക്കുന്നുണ്ട്. നമ്മൾ ബോൺമൗത്തിനോട് കണ്ടിട്ടുണ്ടായിരുന്നു, ന്യൂകാസിലിനോട് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം അത്ലറ്റിക്കോ മാഡ്രിഡിനോട് 3 മത്സരത്തിലും 2 ഗോളിൻ്റെ ഒക്കെ ലീഡാണ് നമ്മൾ കളഞ്ഞു കുളിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കൺസേണിങ് ഫാക്ടറാണ്. ഇതേപോലെ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതേപോലെ ഗോളുകൾ വഴങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അവസാന എല്ലാ മത്സരത്തിലും 90 മിനിറ്റിന് ശേഷം ഗോളടിച്ച് ജയിക്കുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതോടെ നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ലിവർപൂൾ ഇപ്പം 5 മത്സരത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ലെറ്റ്സ് സീ നമ്മൾ ആ ഡിഫെൻഡിങ് ഇതൊക്കെ ലിവർപൂൾ ഇപ്പം ബെസ്റ്റ്, എസ്പെഷ്യലി വേർഡ്സൊക്കെ മോശമില്ലാതെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ എല്ലാ പ്ലെയേഴ്സും കുറച്ചും കൂടി ലിങ്കായി കുറച്ചും എന്താണ് നമ്മളൊരു എന്താ പറയണ്ടത് എല്ലാം ഒത്തിണങ്ങി ഡിഫെൻഡിങ് ആയാലും മിഡ്ഫീൽഡ് ആയാലും അറ്റാക്കിംഗ് ആയാലും എല്ലാം ഒരു നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ലിവർപൂൾ കളിക്കുന്ന ഒരു സമയം വരെ ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അത് വരെ നമ്മളിങ്ങനെ ജയിക്കണം എന്ന് ഓക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ ജയിച്ചിരിക്കണം. സമനിലയോ അല്ലെങ്കിൽ തോൽവിയോ വേണ്ട, മോശം കളിച്ചാലും ജയിച്ചാൽ മതി. എല്ലാം ഒരു ഒത്തിണങ്ങി അവസാനം ഒരു നല്ല ടീം നല്ലൊരു സെറ്റായി നല്ലൊരു ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കളിക്കുന്നത് വരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതേപോലെ എന്തെങ്കിലും അവസാന നിമിഷങ്ങളൊക്കെ നമുക്ക് ജയിച്ചാലും മതി. പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് എന്തായാലും. അപ്പം കളി കണ്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും 2ാമത്തെ ഗോൾ വീണതിന് ശേഷം. അപ്പം എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.